ഹലോ നമസ്കാരം, ഞാൻ രശ്മിയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി ഞാനൊരു നല്ലൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഈ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന പച്ചരിയിലേക്ക് നമുക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഒരു 4-5 മണിക്കൂർ നന്നായിട്ടങ്ങ് കുതിർത്തിയെടുത്താൽ മതി. ഇത് നമ്മൾ കുതിരാൻ വെച്ചിരുന്ന പച്ചരി വെള്ളം കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇതൊന്ന് അരച്ചെടുക്കണം. തേങ്ങ ചോറൊക്കെ കൂട്ടിയിട്ട് അരയ്ക്കാം. ആദ്യം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ ഞാൻ വട്ടയപ്പത്തിനൊക്കെ അരയ്ക്കുന്നത് പോലെ തന്നെ കുറച്ച് തരിയോട് കൂടിയിട്ടാണ് അരയ്ക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് തേങ്ങ ആദ്യം അങ്ങ് അരച്ചെടുക്കാം. അരി ഇങ്ങോട്ട് മാറ്റി വെക്കാം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. ആദ്യം ഒരു 1/4 കപ്പ് ഒഴിക്കുക. എന്നിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വീണ്ടും ഒരു 1/4 കപ്പും കൂടെ ചേർത്തിട്ടങ്ങ് അരച്ചെടുക്കാം. ചെറിയ ജാറിലിട്ടിട്ട് അരക്കുകയാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടുവേ. വലിയ ജാറിലാകുമ്പോൾ കുറച്ച് അരയ്ക്കാൻ പാടായിരിക്കും. എന്നാലും നമുക്ക് അരച്ചെടുക്കാം. വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തിന് അരച്ചിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെയല്ല, ചെറിയൊരു തരിയോട് കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാവ് പൊങ്ങാൻ കലക്കി വെക്കുന്ന ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് നന്നായിട്ട് അങ്ങ് പൊങ്ങി വരിക. അതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. തേങ്ങ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരി അരച്ചെടുക്കാം. തേങ്ങ അരച്ച അതേ ജാറിലേക്ക് തന്നെ 2 കപ്പ് അരി ഇട്ട് കൊടുക്കാം. വെള്ളം കളഞ്ഞതാണ്. അരിന്റെ കൂടെ ഒരു 1/2 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളച്ചോറാണ് ചേർക്കുന്നത്. വെള്ളച്ചോറ് അല്ലെങ്കിൽ കുത്തരിയിൽ ചോറായാലും മതിയേ. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടങ്ങ് അരച്ചെടുക്കാം. നമ്മൾ പാലപ്പത്തിന് അരയ്ക്കുമ്പോൾ ഒരുപാട് ലൂസായിട്ട് മാവ് അരയ്ക്കരുത്. ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ. തേങ്ങ അരയ്ക്കുന്ന പോലെ തരിയായിട്ടല്ല അരി അരയ്ക്കേണ്ടത്. അരി നല്ല സ്മൂത്ത് ആയിട്ടങ്ങ് അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ അരയ്ക്കാം. തേങ്ങ അരയ്ക്കാനൊരു 1/2 കപ്പ് വെള്ളവും അരി അരയ്ക്കാനൊരു 1/4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. മൊത്തത്തിലൊരു 1.25 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളത്തിന്റെ അളവ് ഒട്ടും കൂടി പോകരുത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കണ്ടോ, ഈ ഒരു അളവിനാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 3 ചേർക്കുന്നുണ്ട്. അതുപോലെ ചെറിയുള്ളി ഒരു 3 ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ഇത് 3 ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊന്നും ചേർക്കാതെ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഇതും കൂടെ ചേർത്തിട്ട് അരയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കിയാൽ മതി. ഇനി വെള്ളയപ്പത്തിന് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ. പാലപ്പത്തിന്റെ അത്രയും മധുരം ഉണ്ടാവില്ല, എന്നാലും ചെറിയൊരു മധുരം ഉണ്ടാവും. അതുകൊണ്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ അപ്പം ഉണ്ടാക്കി വരുമ്പോൾ അധികം മധുരമൊന്നും ഉണ്ടാവില്ല. പാകത്തിന് തന്നെ ഉണ്ടാവുള്ളൂ. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പാലപ്പത്തിനാകുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ ഒരു മധുരം വേണേ. ഇത് നമ്മൾ മാവ് പൊങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളക്കുന്നില്ല. അപ്പൊ അതെയാണ് കോരി വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ കലക്കിയ ശേഷം വീണ്ടും ചേർത്ത് കൊടുക്കാം. ഉപ്പും മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. 1 ടീസ്പൂൺ നിറച്ച് ഉപ്പിടുന്ന സമയത്തായിരിക്കും മാവിന് പാകത്തിലുള്ള ഒരു ഉപ്പ് ഉണ്ടാവുക. അതേപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുമ്പോൾ ആ പായ വരുന്ന സമയത്ത് അധികം മധുരം നമുക്ക് തോന്നൂല. ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവുള്ളൂ. ഇനി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ മാവ് നന്നായിട്ട് അങ്ങ് പൊങ്ങി വരാനൊരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. എന്നാലും മാവ് നന്നായിട്ട് അങ്ങ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഈസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നും കൂടി അങ്ങ് അരച്ചെടുക്കാം. ഇതുണ്ടല്ലേ, ഈ ഒരു അളവിനാണ് അരച്ചെടുത്തിട്ടുള്ളത്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരി അരച്ചത് തേങ്ങ അരച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നങ്ങ് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നന്നായിട്ട് അങ്ങ് പൊങ്ങി വരിക. അതുകൊണ്ട് എപ്പോഴും ഹൈറ്റുള്ള പാത്രത്തിൽ തന്നെ മാവ് കലക്കി വെക്കണം. 5 മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ നന്നായിട്ട് പൊങ്ങി വരും. ഇനി തണുപ്പാണെങ്കിൽ ഒരു 8 മണിക്കൂറൊക്കെ എടുക്കും. അത്രയൊന്നും വേണ്ടി വരില്ല. ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി. രാവിലത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ രാത്രി നമ്മൾ കിടക്കാൻ നേരത്തെ അങ്ങ് അരച്ചു വെച്ചാൽ മതി. അതുപോലെ ഇത് അടച്ചു വെക്കാൻ നേരത്ത് പരന്ന പ്ലേറ്റ് വെക്കാതെ ഇതേപോലെ ഉള്ളിലേക്ക് കുഴികൾ എന്തെങ്കിലും അടപ്പ് വെച്ചിട്ട് അടയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇത്രയും കൂടെ ഹൈറ്റ് കിട്ടുമല്ലോ. അപ്പോൾ മാവ് പ്ലേറ്റിൽ തട്ടിയിട്ട് താന്നു പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. മാവ് പൊങ്ങാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്.
ഇത് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം, അതല്ലെങ്കിൽ മുകളിൽ നിന്ന് ഈ പദം ഒന്ന് കോരിയിട്ട് അപ്പം ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ പദം കോരിയിട്ടാണ് അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു ദോശക്കല്ല് അടുപ്പിലേക്ക് വെച്ചിട്ടങ്ങ് ചൂടാക്കിയെടുക്കാം. കല്ലിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ തക മാവ് നിന്ന് കോരി ഒഴിക്കാം. ഒരുപാട് പരത്തുന്നില്ല, ഈ ഒരു വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതുപോലെ കുമിളകൾ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചങ്ങ് വേവിച്ചെടുക്കാം. ഈ ഒരു വെള്ളയപ്പം നമ്മൾ പാലപ്പം ഉണ്ടാക്കുന്നത് പോലെ സൈഡ് കനം കുറച്ചിട്ട് ലൈസ് പോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. തട്ടുദോശയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ മാവ് കോരി ഒഴിച്ച് അത്യാവശ്യം കനത്തിലാണ് ഉണ്ടാക്കിയെടുക്കുക. ഒരുപാടങ്ങ് പരത്തി വലുതാക്കണ്ട. മാവ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കുക. ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതിലിങ്ങനെ കുമിളകൾ വരാനായിട്ട് ഫ്ലെയിം ഹൈയിലേക്ക് വെച്ചു കൊടുക്കുക. എന്നിട്ട് കുമിളകൾ വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ മൂടി വെച്ചിട്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതങ്ങ് 1-2 മിനിറ്റ് അങ്ങ് വേവിച്ചെടുക്കാം. 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും മുകൾ ഭാഗം നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ടാവും. നല്ല വെള്ളയപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് തിരിച്ചിട്ടിട്ട് ഈ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ എടുത്താലും മതി. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ്. അടുത്ത അപ്പം ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ കുമിളകൾ വരുമ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടങ്ങ് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കല്ലിൽ നിന്നങ്ങ് മാറ്റാം. അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചെറിയൊരു കളർ മാറ്റം നമ്മൾ ചെറിയുള്ളി ചേർത്തിട്ടല്ല അരച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ്. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ അപ്പവും ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ തിരിച്ചിട്ടിട്ട് മുകൾ ഭാഗം വേണമെങ്കിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. കളർ കുറച്ച് കുറവായിരിക്കുന്നേ ഉള്ളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരപ്പം നമുക്ക് ഇറച്ചിയുടെ കൂടി, അതല്ലെങ്കിൽ ഇറച്ചി കഴിക്കാത്തവരാണെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. അപ്പോൾ ഈ ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണുന്നില്ല, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.